തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ ഇമോഷണലി ഭയങ്കര സ്ട്രോങ്ങാണ്. കുറച്ച് ഇടിവെട്ടണ പോലെയാണ്. നല്ല ഇൻ്റലിജൻസ് കൂടുതലാണ് നിങ്ങൾക്ക്. അത് ഓവറായിട്ട് തിങ്ക് ചെയ്യണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇൻ്റലിജൻസ് കൂടുന്നത്. ഓവറായിട്ട് ആനലൈസും ചെയ്യും. ഈ ഓവർ തിങ്കിങ് കാരണം പലപ്പോഴും രാത്രി ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടേയിരിക്കണ സ്വഭാവം നിങ്ങൾക്കുണ്ടാവും. ഒരു 2-3 മണിക്കൂറൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഇമോഷണലി എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ സൈലൻ്റ് ആവും. അതുപോലെ തന്നെ ദേഷ്യം കുറച്ച് അടിച്ചമർത്താൻ ശ്രമിക്കും. പക്ഷേ അത് ഒരുപാട് അടിച്ചമർത്തണം നിങ്ങൾക്ക് ദോഷം ചെയ്യുള്ളൂ. കാരണം അത് ഒരിക്കലും നല്ല രീതിയിൽ ഒരു എക്സ്പ്ലോഷൻ തന്നെ നടക്കും. ഒരു ബോംബ് പൊട്ടണ പോലെ ദേഷ്യം അങ്ങോട്ട് പൊട്ടും നിങ്ങളുടെ. ഇതൊരു പ്രശ്നമാണ്. അതുപോലെ പ്രണയത്തിലൊക്കെ നല്ല ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീനെ അട്രാക്റ്റ് ചെയ്യുന്ന ടെൻഡൻസി നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് അവരെ ഒന്ന് അവരുടെ മേലെ കയറി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരായിട്ടുള്ള ചതിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഭക്തിമാർഗവും കുറച്ച് കൂടി വരും. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കണം നിങ്ങൾക്ക് വേദന വരുമ്പോൾ മാത്രമായിരിക്കും. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇമോഷണലി നല്ല ഓവർലോഡായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. പോരാത്തതിന് ഒറ്റപ്പെട്ട ഒരു ഫീലും നിങ്ങൾക്കുണ്ടായിരുന്നു. പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. എന്തിന് എനിക്ക് ഇങ്ങനെയൊക്കെ എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കരിയർ പരമായിട്ട് അതോറിറ്റിയുടെ ഭാഗത്ത് നല്ലൊരു പ്രഷർ ഉണ്ടായിരുന്നു. ഫ്യൂച്ചറിനെ പറ്റി നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റിസൾട്ടൊക്കെ മെല്ലെ ആയുള്ളൂ. അന്ന് എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയുമില്ല. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നു. അതുകൊണ്ട് സേവിങ്സ് കറക്റ്റായിട്ട് നടന്നില്ല. സഹായിച്ചവരൊക്കെ പൈസ തിരിച്ചു തരാൻ കുറച്ച് വൈകുകയും ചെയ്തു. റിലേഷൻഷിപ്പിലാണെങ്കിൽ വൺ സൈഡാണ് നടക്കുന്നത്. ഞാൻ അവഗണിക്കപ്പെടുന്നു, അവോയ്ഡ് ചെയ്യുന്നു എന്ന ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. അറ്റാച്ച്മെൻറ്റിൽ നല്ല ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാവും. ജനുവരിയിൽ ഇമോഷണലി നല്ല ഹെവി ആയിരുന്നു. പക്ഷേ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആവുകയും ചെയ്തു. ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരുമായിട്ടൊന്ന് അകന്ന് നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എല്ലാവരെയും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഫെബ്രുവരി 12 ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി എന്തായാലും വരും. എനിക്ക് ഇതൊക്കെ ഡിസർവ് ചെയ്യണ്ടേ, എനിക്ക് ഇതൊക്കെ ആവശ്യമില്ലേ എന്നുള്ള തോന്നൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങും. കരിയറിലാണെങ്കിലോ ജോബിലാണെങ്കിലോ ഒക്കെ വീണ്ടും പ്രഷർ എന്തായാലും ഫെബ്രുവരിയിലും ഉണ്ടാവും. പക്ഷേ കൺട്രോൾ നിങ്ങൾ ചെയ്യണം. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് ജോലി പോണ കാര്യമായാലും ശരി, നിങ്ങൾ പറ്റില്ല പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. കുറച്ച് മനസ്സമാധാനം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. പുതിയ റെസ്പോൺസിബിലിറ്റിയും വരും. റോൾ ചേഞ്ചും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കില്ലിനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫെബ്രുവരി അവസാനം കോൺഫിഡൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ഉയരും. ഫെബ്രുവരിയിൽ നിങ്ങൾ ഇമോഷൻസ് കൊണ്ട് ഡിസിഷൻ എടുക്കരുത്. ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ലോജിക്കോടെ ഡിസിഷൻ എടുക്കാൻ. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കൊടുത്ത പൈസയൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും ഇനി കടം കൊടുക്കാണ്ടിരിക്കുക. ഫെബ്രുവരിയിൽ പറ്റില്ല എന്ന് പറയാണ് നല്ലത്. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്താണ് യഥാർത്ഥ മുഖം എന്നുള്ളതൊക്കെ മനസ്സിലാവുന്ന ഒരു മാസമായിരിക്കും. അവരുടെ മുഖം മൂടിയിലുള്ളതൊക്കെ എക്സ്പോസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവരായിട്ട് ഇമോഷണലി ക്ലോസ് ആവും, അല്ലെങ്കിൽ അവരായിട്ട് അകലും. പുതിയ മെച്യൂർ കണക്ഷൻ എന്തായാലും ഉണ്ടാവും. സിംഗിൾസിന് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രണയമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ റിസർച്ച് ബേസ്ഡ് ഉള്ള ഫീൽഡൊക്കെ നല്ല സ്യൂട്ടാണ്. ടെക്നോളജി അനലൈസിസ്, റൈറ്റിംഗ് ഇതുപോലത്തെ ബിസിനസ് നല്ലതാണ്. ഫെബ്രുവരിയിൽ പ്ലാനിങ് ആണ് നിങ്ങൾ കൂടുതലും ബിസിനസ്സിൽ ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പകുതിയിൽ നിന്ന് കുറച്ച് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് എന്തായാലും കൂടും. എക്സാമൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ എഴുതും. ഇൻ്റർവ്യൂസ് നന്നായിട്ട് തന്നെ പോവും. നിങ്ങളുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ മെമ്മറി പവർ ഇമ്പ്രൂവ് ആവുന്നില്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് പലതും ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ഇടിവെട്ടണ സ്വഭാവം ഒന്ന് ശമിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാത്തൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങൾ തളർന്നിട്ടില്ല. നിങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.